ഗൈസ്, ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ ഗൾഫിൽ പോകുന്ന വിശേഷങ്ങളാണ്. അപ്പോൾ അവന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ അടുത്ത് തന്നെ എൻ്റെ അമ്മായിയമ്മയുണ്ട്. ഇതാണ് എൻ്റെ അമ്മായിയമ്മയുടെ അനിയത്തിയാണ്. നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുവിധം എല്ലാ സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഒരുപാട് പേർക്കുള്ള സാധനങ്ങളുണ്ട്. അവരവരുടെ സാധനങ്ങൾ മാറാതിരിക്കാൻ വേണ്ടി പേരൊക്കെ എഴുതി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണ്. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മാമ്മയുടെ അനിയത്തിയാണ്. രണ്ടുപേരും ഇങ്ങനെ നോക്കിയാണ്. അപ്പോൾ ആൻറ്റി ലാസ്റ്റ് ഘട്ടത്തിലായി എല്ലാ സാധനങ്ങളും ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചൊക്കെ വയ്ക്കുന്നുണ്ട്. മാത്രമല്ല എല്ലാ സാധനങ്ങളും പറക്കി വെച്ചോ എന്നൊക്കെ നമ്മളോടൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളെല്ലാം പേരനുസരിച്ചും എല്ലാം പറക്കി വെച്ചു. അപ്പോൾ അമ്മ ചോദിക്കുകയാണ് ഇതെല്ലാം പറക്കി വെച്ചു, അതൊക്കെ എന്തോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് എല്ലാവരെയും പേരൊക്കെ എഴുതി ഇതൊക്കെ കൊണ്ടുപോകാനുള്ള ആൾക്കാരുടെ പേരുകളൊക്കെയാണ് ഈ സാധനങ്ങൾ. അപ്പോൾ അതെല്ലാം നമ്മൾ പെട്ടിയിലൊക്കെ ആക്കി. ഈ കുട്ടപ്പനാണ് ഗൾഫിൽ പോണ ആളിൻ്റെ ഒരു പുത്രൻ. അവ സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം ആ പെട്ടിയുടെ മുകളിൽ ഇങ്ങനെ അതാവേണം ഇങ്ങനെ കയറിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് എണീക്കാനൊന്നും പറ്റാതെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനീ അവൻ്റെ കൂടെ കളിക്കുന്നുണ്ട്. ഇതാണ് അവൻ്റെ അളിയെ, ഈ മഞ്ഞ. ഇതാണ് ഗൾഫിൽ പോണ ആൾ. അവൻ്റെ മോനാണ് ആ സ്നെഗ്ഗി ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. ഗൾഫിലൊക്കെ പോകണ സന്തോഷത്തിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രാത്രിയാണ് പോണത്. രാത്രി 1 മണിക്കുള്ള ഫ്ലൈറ്റിലാണ് അവൻ പോണത്. അപ്പോൾ എല്ലാവരും അവനെ യാത്രയാക്കാനൊക്കെ ഗേറ്റിൻ്റെ പുറത്തൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഓട്ടോയിലാണ് പോണത്. അവൻ്റെ വൈഫ് രണ്ടാമത് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അവൾക്ക് കാറിൽ കയറുമ്പോൾ ഛർദ്ദിക്കാൻ വിട്ടു. അതുകൊണ്ട് തന്നെ ഓട്ടോയിലാണ് അങ്ങനെ എയർപോർട്ടിലോട്ട് പോകുന്നത്. എല്ലാവരും ഉണ്ട്. നമ്മുടെ ചേട്ടൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ. അന്ന് രാത്രി നമ്മളെല്ലാവരും നല്ല ഫുഡൊക്കെ കഴിച്ച് അവിടെയാണ് ഒത്തുകൂടിയത്. കസിൻസും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. ഇതാണ് അവൻ്റെ വൈഫും കുഞ്ഞും. എല്ലാ സാധനങ്ങളൊക്കെ പറക്കി വെച്ചതെന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ ഓട്ടോയിലോട്ട് കയറാനായിട്ട് പോവുകയാണ്. എല്ലാവരും അവനെ യാത്ര അയക്കാൻ നിൽപ്പുണ്ട്. കുറേ പേരുണ്ട് കേട്ടോ. കുറേ കുട്ടികളും കസിൻസും അമ്മമാരും ഒക്കെ ഉണ്ട്. അങ്ങനെ അവൻ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഓട്ടോയിൽ എയർപോർട്ടിലേക്ക് പോയി ഗൈസ്. ബൈ.